ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു എഗ് ലോലിപോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എഗ് ലോലിപോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എനിക്കറിയാവുന്ന രീതിയിലുള്ള ചെറിയ റെസിപ്പീസൊക്കെ ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ കുക്കറിനകത്ത് വെച്ചേക്കുന്നത് മുട്ടയും കിഴങ്ങും കൂടെ വേവാൻ വേണ്ടി വെച്ചേക്കുക. ഒരു 3 മുട്ടയും 3 കിഴങ്ങും കൂടെ വേവാൻ വെച്ചേക്കുക. അപ്പോൾ വിസിലൊക്കെ അടിച്ച് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടയുടെ തൊലിയെല്ലാം കളഞ്ഞ് എല്ലാം ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുവാണേ. മുട്ട ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അതിനുമ്പോൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്തു. കിഴങ്ങ് നല്ലതായിട്ട് പീൽ ചെയ്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ അടുപ്പിച്ചുകൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം തൊലി നല്ല രീതിയിൽ പീൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം കിഴങ്ങിൻ്റെ തൊലി ഇങ്ങനെ പീൽ ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് തുളുവും അതിനും, അതായത് ചേച്ചിയുടെ കൊച്ചും അതിനും എല്ലാം കൂടെ ഭയങ്കര ബഹളമാണ്. ഇനി നമുക്ക് മുട്ട നല്ലപോലെ എന്താ പറയണേ, അരിഞ്ഞെടുക്കണം. നല്ല രീതിയിലാക്കിയെടുക്കണം, ചെറുതായിട്ട് ആക്കിയെടുക്കണേ. മുട്ട നല്ലപോലെ ഇങ്ങനെ ചീവി എടുക്കണം. അപ്പം എനിക്ക് എങ്ങനെന്തോ പറയണ്ടേന്നറിയില്ല. ഇങ്ങനെ ചീവി എടുക്കണം. അതായത് ആ 3 മുട്ടയും നല്ല രീതിയിൽ ചീവി എടുക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഇന്ന് എഗ് ലോലിപോപ്പ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കിഴങ്ങെടുത്തിട്ട് അതും ഇതുപോലെ തന്നെ ഇതിനകത്ത് ചീവുവാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ആ സാധനം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചീവിയെടുത്ത്, അപ്പം അതായത് കിഴങ്ങും മുട്ടയും നമ്മൾ നല്ല രീതിയിൽ ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട്, അതായത് ചീവി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച്, അതായത് ഒരു സവോള നല്ല രീതിയിൽ, അതായത് ചെറുതായിട്ട് കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞ്, അതായത് എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, അതായത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് നല്ല രീതിയിലെടുത്ത് അതിനകത്ത് ഇടണം. ഒരു സവോള മതി, ഒരു വലിയ സവോള. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് മല്ലിയില നന്നായിട്ട് ചെറുതായിട്ട് കുനാന്ന് അരിഞ്ഞിട്ട് അത് അതിനകത്തോട്ട് ഇടണം. ഒരു 1-2 തണ്ട് മതിയായിരിക്കും. നമുക്ക് ആവശ്യമുള്ളവർ ചേർക്കുക, അല്ലാത്തവർ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവേ. അതിനകത്തോട്ട് ഒരു മുളക്, അതായത് ഇവിടെ പിള്ളേരുള്ളതുകൊണ്ട് ഒത്തിരി മുളക് ഇടുന്നില്ലേ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. അതൊരു 3 വെളുത്തുള്ളിയുടെ അല്ലി. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ഇഞ്ചി. പിന്നെ ഒരു 2 സ്പൂൺ കാശ്മീരി മുളക്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഒരു 3 സ്പൂണ് നമ്മുടെ എന്താണെന്ന് പറയുന്നത് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, അതായത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണേ, കാരണം എല്ലാ സാധനങ്ങളും പിടിക്കണമല്ലോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരുടെ ഒച്ചയൊക്കെ കേൾക്കാതെ അവരിവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. അപ്പോൾ അത് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിലാക്കിയെടുക്കണം. ഈ കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സൈഡിലും പിടിക്കണ്ടേ, നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മിക്സും പിന്നെ ഒരു മുട്ട നല്ലപോലെ, അത് കുറച്ച് കോൺഫ്ലവറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്ങും അത് നല്ലപോലെ ഉരുട്ടിയിട്ട് നമുക്ക് ആ മുട്ടയ്ക്കകത്തത് നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് ആ കോൺഫ്ലവറിനകത്ത് നല്ലപോലെ ഉരുട്ടിയിട്ട് അതെടുത്ത് വെക്കാം. അങ്ങനെ അതായത് ബാക്കിയിരിക്കുന്ന ഫുള്ള് ഫില്ലിങ്ങും കൂടെ അത് മൊത്തം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവേ. അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒരു പാനിനകത്തോട്ട് നല്ല രീതിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. കാരണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുങ്ങിക്കിടന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയണേ, അത് ആ രീതിയിൽ കിട്ടത്തുള്ളൂ. നല്ല എന്താ പറയുക, മുരിഞ്ഞ് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ വെക്കണം. എണ്ണ നല്ല രീതിയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മിക്സ്, അതായത് നമ്മൾ ഈ ഇതാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് എണ്ണയ്ക്കകത്തോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ എണ്ണയിൽ ഇരുന്ന് നല്ലപോലെ ഓരോന്നോരോന്നായിട്ട് ആ സ്പേസ് അനുസരിച്ച് നമുക്ക് വെക്കണേ. വെച്ചിട്ട് സ്പേസ് അനുസരിച്ച് വെച്ച് നമുക്ക് മുരിയാനായിട്ട് വെക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ ഇരുന്നിട്ടൊന്ന് കുക്കായി വരട്ടെ. ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ വേകണം, കാരണം ഇതിനകത്ത് നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് മാവല്ലേ. അപ്പോൾ നല്ല രീതിയിൽ വെന്തില്ലെങ്കിൽ ചിലപ്പോൾ വയറുവേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ അത് കുക്കായി വരണേ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നെങ്കിൽ ഇത് കരിഞ്ഞൊന്നും പോകാതെ ശ്രദ്ധിച്ചോണേ. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ടേ.